Where is the minister? Where is the minister? No one come here and meet these victims here. But government of Karnataka officer said this is purely belongs to government property, GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a regarding the this how many of them? So so the government. So because why did the here? Why only the pure? Why only the pure? ലുട്ടാപ്പി അല്ലെങ്കിൽ ഡബിൾ എ റഹീം എന്നൊക്കെ അറിയപ്പെടുന്ന ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവും രാജ്യസഭാംഗവുമായ എ റഹീമിനെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗങ്ങളിലെ പിഴവുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ട്രോളർമാരുടെ പ്രിയപ്പെട്ട ഇരയായി മാറിയ നേതാവാണ് ഇദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ചർച്ചയാകുന്നത് നയപരമായ നിലപാടുകൾ കൊണ്ടല്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തെ പൊതുമധ്യത്തിൽ ചർച്ചയാക്കിയ രണ്ട് പ്രധാന സംഭവങ്ങളുണ്ട്. ഒന്ന് രാജ്യസഭയിൽ മുൻപ് നടത്തിയ പ്രകടനവും ഇപ്പോൾ ഉള്ളത് പുതിയ ബാംഗ്ലൂർ വിവാദവുമാണ്. റഹീമിന്റെ ബാംഗ്ലൂർ സന്ദർശനം തികച്ചും ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. കോടിക്കണക്കിന് ബാംഗ്ലൂർ നിവാസികൾക്ക് വേണ്ടിയുള്ള ഒരു മാലിന്യ സംസ്കരണ പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലെ അനധികൃത കയ്യേറ്റം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പൊളിച്ചു നീക്കിയിരുന്നു. ഭൂരിഭാഗവും മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ കോളനിയിലെ നടപടിയെ മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിച്ച് കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കണമെന്നുള്ള വ്യക്തമായ ഒരു കണക്കൂട്ടൽ ഈ യാത്രയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് നടന്ന ഒരു കന്നഡ ചാനൽ റിപ്പോർട്ടറുമായി മുഖാമുഖം വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. റിപ്പോർട്ടറുടെ ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ മറുപടി നൽകാൻ ശ്രമിച്ച റഹീം ആകപ്പാടെ വെപ്രാളപ്പെട്ടു പോവുകയും ഒരു കാര്യവും വ്യക്തമായി പറയാൻ കഴിയാതെ വെള്ളം കുടിക്കുകയുമായിരുന്നു. ഈ വീഡിയോ ക്ലിപ്പ് വൈറലാകാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. റഹീമിന്റെ സന്ദർശനത്തെ ഒരു യഥാർത്ഥ ഐക്യദാർഢ്യ പ്രകടനമായിട്ടല്ല, മറിച്ച് ഒരുതരം കുത്തിത്തിരിപ്പ് അഥവാ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമായിട്ടാണ് സോഷ്യൽ മീഡിയയും ജനങ്ങളും പ്രത്യേകിച്ച് കന്നഡ മീഡിയയും കണ്ടത്. ഇത് മുൻപ് വെറും 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പോലും രാജ്യസഭയിൽ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾക്ക് അനായാസം മറുപടി നൽകിയിരുന്നത് ആളുകൾ ഓർത്തെടുക്കുന്നുണ്ട്. ഇതോടെ റഹീമിന്റെ ഈ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും അദ്ദേഹത്തിന്റെ ഭാഷാപരമായ കഴിവും തമ്മിലുള്ള അന്തരം കൂടുതൽ പരിഹാസത്തിന് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ ആക്രമണത്തിനെതിരെ റഹീം നടത്തിയ പ്രതിരോധം എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട്, പക്ഷേ കുറെ ന്യായങ്ങളും വാദങ്ങളും മറ്റുമായിരുന്നു. താൻ അവിടെ പോയത് ശബ്ദമില്ലാത്ത ആയിരക്കണക്കിന് ഇരകളുടെ ശബ്ദമാകാനും മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരേ ഒരു ഭാഷയേ ഉള്ളൂ എന്നും അദ്ദേഹം വാദിച്ചു. വിവിധ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന തന്റെ വിമർശകർക്കെതിരെ അദ്ദേഹം വെല്ലുവിളിച്ചു. ബുൾഡോസറുകൾ ജീവിതം തകർത്ത പാവപ്പെട്ടവരുടെ അരിയിൽ അവരാരും എത്തിയില്ലല്ലോ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തന്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുമെന്നുള്ള വാഗ്ദാനം ചെയ്തതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ വരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഡബിൾ എ റഹീമിന് സ്വന്തം പാർട്ടിയുടെ സർക്കാർ കേരളത്തിൽ നടത്തുന്ന ഒഴിപ്പിക്കലുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഇരട്ടത്താപ്പല്ലേ മിസ്റ്റർ ഡബിൾ എ റഹീം? എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ മനുഷ്യത്വം, കേരളത്തിൽ യാഥാർത്ഥ്യം. അനധികൃത കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. കേരളയിൽ ഗെയിൽ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികൾക്കെതിരെ സമരം ചെയ്തവരെ വലിച്ചിറക്കിയും മടിച്ചോടിച്ചും ജയിലിലടക്കുകയും ചെയ്യുകയാണ് എ റഹീമിന്റെ പാർട്ടിയുടെ കേരളത്തിൽ. റഹീമിന്റെ ഈ നിലപാടിനെതിരെ മൂർച്ചയേറിയ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാംഗ്ലൂർ ന്യായങ്ങൾ കേരളത്തിൽ പ്രായോഗികമാണോ എന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുസമൂഹത്തിന്റെ വിമർശനം അദ്ദേഹം മോശം ഇംഗ്ലീഷിനെതിരെയല്ല, മറിച്ച് അദ്ദേഹം അവകാശപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളും, അതായത് നിയമത്തിലും ഇസ്ലാമിക് സ്റ്റഡീസിലും ബിരുദാനന്ത ബിരുദമുള്ളവർ പ്രകടിപ്പിക്കാവുന്ന ഒരു ഭാഷാപരമായ കഴിവും തമ്മിലുള്ള പൊരുത്തപ്പെടനെയാണ് ഇത് സ്വാഭാവികമായും ആളുകൾ ചോദിച്ചു പോകുന്ന ചോദ്യം. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷകളെല്ലാം അദ്ദേഹം എങ്ങനെയാണ് എഴുതി പാസ്സായത്? LLM-ഉം ഇസ്ലാമിക് സ്റ്റഡീസിലെ MA-യും ഒക്കെ മലയാളത്തിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് റഹീമിന്റെ ഭാഷാപരമായ കഴിവിനെയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കള്ള ബിരുദത്തെയാണ് എന്നാണ് വിമർശകരുടെ പക്ഷം. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ 1000-ഓളം മുസ്ലിം കുടുംബങ്ങളെ ബുൾഡോസർ ഉപയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്നു എന്ന ബ്രേക്കിംഗ് ന്യൂസ് കേരളത്തിൽ പടർന്നപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകനായി അവതരിപ്പിക്കാൻ ഒരു സഖാവ് ആവിഷ്കരിച്ച വീരസാഹസിക നാടകമായിരുന്നു അത്. ഡിവൈഎഫ്ഐ നേതാവും പാർലമെന്റ് അംഗവുമായ എ റഹീം ക്യാമറപ്പടയുമായി കർണാടകയിൽ നടത്തിയ രക്ഷാദൗത്യം ഒരു ഗംഭീര രാഷ്ട്രീയ ബ്ലോക്ക് ബസ്റ്റർ ആകേണ്ടതായിരുന്നു. എന്നാൽ കർണാടകയിലെ മാധ്യമപ്രവർത്തകർ ഇംഗ്ലീഷിൽ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിൽ തിരക്കഥ തകർന്നു. ഡയലോഗ് മറന്നു. നായകൻ ബബ്ബ അടിച്ച് തേഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ക്ലൈമാക്സിൽ നമ്മൾ കണ്ടത്. ഒഴിപ്പിക്കപ്പെട്ടവർക്ക് പുനരധിവാസം നൽകുന്നത് ചർച്ച ചെയ്യാനുള്ള നിർണായ യോഗം കർണാടക സർക്കാർ വിളിച്ചു ചേർക്കുന്നതിന് തൊട്ടു മുൻപാണ് സഖാവിന്റെ ഈ കുത്തിത്തിരിപ്പ് മിഷൻ അരങ്ങേറിയത് എന്നറിയുമ്പോഴാണ് ഈ നാടകത്തിന്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്ക് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒരു പരീക്ഷണം മാത്രമല്ല, തങ്ങളുടെ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ്. എന്നാൽ കുരുട്ടുബുദ്ധിയുമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ
എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമായി സഖാവ് AA റഹീമിന്റെ കർണാടക പെർഫോമൻസ് ചരിത്രത്തിൽ ഇടം നേടി. ലോകസഭയിൽ വടിവത്ത ഇംഗ്ലീഷിൽ സംസാരിച്ച് സംഘപരിവാറിനെ വിറപ്പിച്ചു എന്ന് സൈബർ സഖാക്കൾ വാഴ്ത്തിപ്പാടുന്ന അതേ ലുട്ടാപ്പി AA റഹീമാണ് കർണാടകത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വാക്കുകൾ കിട്ടാതെ വിയർത്തത്. കോൺഗ്രസിനെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കുന്നതിനായി മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥയാണ്. ചോദ്യം വന്നതോടെ കയ്യിൽ നിന്ന് പോയതിന്റെ കനത്ത ജാള്യതയിലാണ് ആ ബബ്ബയ്ക്ക് പിന്നിൽ മുഴങ്ങിക്കേട്ടത്. പാർലമെന്റിന്റെ ഗർജനം വെറും വാചക കസർത്ത് മാത്രമായിരുന്നു എന്നും പ്രതീക്ഷിത ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പോകുന്നതാണോ ഒരു യഥാർത്ഥ രാഷ്ട്രീയ ധൈര്യമെന്നും ജനം സംശയിച്ചു പോയ നിമിഷമായിരുന്നു അത്. അപ്പോൾ എന്താണ് ഈ AA റഹീമിന്റെ ഇത്രയധികം പ്രതിസന്ധിയിലാക്കുന്ന ആ പൊളിഞ്ഞു പോയ തിരക്കഥ എന്നുള്ളത് നമുക്ക് നോക്കാം. രാഷ്ട്രീയത്തിൽ ഓരോ ആരോപണവും കൃത്യമായി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെയാണ്. പ്രേക്ഷകരുടെ അല്ലെങ്കിൽ വോട്ടർമാരുടെ വികാരത്തെ ലക്ഷ്യമിടുന്ന സംഭാഷണങ്ങളും നാടകീയ മുഹൂർത്തങ്ങളും അതിലുണ്ടാവും. പക്ഷെ കർണാടക വിഷയത്തിൽ കേരളത്തിലെ CPM അവതരിപ്പിച്ച തിരക്കഥയും അത്തരമൊരു കഥയായിരുന്നു. എന്നാൽ കർണാടക സർക്കാർ പുറത്തുവിട്ട വസ്തുതകൾ ആ തിരക്കഥയ്ക്ക് ഒരു വമ്പൻ ട്വിസ്റ്റ് നൽകി. കേരളത്തിലെ സഖാക്കൾ പ്രചരിപ്പിച്ച കഥ ഇതായിരുന്നു. കർണാടകയിലെ സിദ്ധരാമയ്യ DK ശിവകുമാർ സർക്കാർ യലഹാങ്കയിൽ 1000-ഓളം മുസ്ലിങ്ങളുടെ കുടുംബങ്ങളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നു. ഇത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെയും ബുൾഡോസർ രാജിന്റെയും ഒരു ക്രൂരമായ ഉദാഹരണമാണ്. ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ നരാറ്റീവ് കർണാടകയിൽ തുടങ്ങി വെച്ചത് അവിടെ സംഘപരിവാർ ഗ്രൂപ്പുകളിലായിരുന്നു. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടി, കണ്ടില്ലേ, ഇത് തന്നെയാണ് നിങ്ങൾക്ക് പണി തരുന്നത് എന്ന മുസ്ലിങ്ങളെ പരിഹസിക്കാനായിരുന്നു അവരുടെ ശ്രമം. അത്ഭുതമെന്ന് പറയട്ടെ, സംഘപരിവാറിന്റെ ആ പരിഹാസം കേരളത്തിലെ സഖാക്കൾ പൊടുന്നനെ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ വസ്തുതകൾ നിരത്തി ഈ നുണക്കഥയുടെ കാറ്റ് ഊതിക്കളഞ്ഞു. ഒഴിപ്പിച്ചത് യഥാർത്ഥ വീടുകളല്ല, മറിച്ച് മാലിന്യം നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗശൂന്യമായ ഒരു ക്വാറി കുഴിയിൽ അനധികൃതമായി ഉണ്ടാക്കിയ ഷെഡുകളാണ്. അവിടെ താമസിച്ചിരുന്നത് പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന കുടുംബങ്ങളല്ല, മറിച്ച് സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ എത്തിയ ലാൻഡ് ഗ്രാബേഴ്സ് ആയിരുന്നു. ഒഴിപ്പിക്കുന്നതിന് മുമ്പ് സർക്കാർ പലതവണ നോട്ടീസ് നൽകുകയും ചർച്ചകൾ നടത്തുകയും മാറി താമസിക്കാൻ അവസരം നൽകുകയും ചെയ്തിരുന്നു. കടുത്ത വായുമലിനീകരണം ഉൾപ്പെടെ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായ കയ്യേറ്റലിൽ നിന്നും ആളുകളെ മാറ്റുക എന്നതായിരുന്നു ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ നാടകത്തിനും പിന്നിൽ ഓരോ പ്രാദേശിക ലക്ഷ്യങ്ങളുണ്ടാവും. കർണാടകയിലെ മുസ്ലിങ്ങളോടുള്ള CPMന്റെ ഈ പെട്ടെന്നുണ്ടായ സ്നേഹത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കേരളത്തിൽ തങ്ങൾക്ക് ചോർന്നു പോകുന്ന വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള ആധിയാണ്. കേരളത്തിൽ CPM ഇന്ന് നേരിടുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ന്യൂനപക്ഷങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളും സംഘപരിവാർ വിരുദ്ധരായ മതേതര ഹിന്ദു വോട്ടർമാരും കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് അകന്ന് UDFന്റെയും ഒപ്പം ചേരുകയാണ്. മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും നിരന്തരം അധിക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ വേദിയിലിരുത്തി മതേതരത്വം പ്രസംഗിക്കുന്നതും പാലത്തായി പോക്സോ കേസിൽ പ്രതിയായ സംഘപരിവാറിന്റെ അധ്യാപകനെ ഹിന്ദു ആയതുകൊണ്ട് കുടുക്കി എന്ന് സ്വന്തം നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതും ആഭ്യന്തര വകുപ്പിലെ ന്യൂനപക്ഷ വിരുദ്ധ നടപടികളും കണ്ടുമടുത്ത ജനം പാർട്ടിക്ക് കൃത്യമായി മറുപടി നൽകി തുടങ്ങി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലകളായ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം എന്നിവിടങ്ങളിലും മലബാറിലെ കോൺഗ്രസിന്റെ മുന്നേറ്റവും ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആണ് യഥാർത്ഥ ന്യൂനപക്ഷ വിരുദ്ധർ എന്ന് വരുത്തി തീർത്ത് മുസ്ലിം വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള ഒരു അവസാന അടവായിരുന്നു ഈ കർണാടക രക്ഷാ ദൗത്യം. പക്ഷേ തന്ത്രം പാളിപ്പോയി എന്ന് മാത്രമല്ല, അത് വലിയൊരു നാണക്കേടായി മാറുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പ്രതിഷേധങ്ങൾ ശരിയായ സ്ഥലത്ത് നടത്തുന്നത് അതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. സഖാവ് റഹീമിനും DYFIക്കും ബുൾഡോസർ രാജിനോട് അത്രയധികം എതിർപ്പുണ്ടെങ്കിൽ ഇവർക്ക് പ്രതിഷേധിക്കാൻ ഇതിലും മികച്ച ചില വേദികളുണ്ട്. യഥാർത്ഥത്തിൽ ബുൾഡോസറുകളും ന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്ക് മുകളിലൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ കയറിയിറങ്ങുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാ AA റഹീമിനൊന്നും ആലോചിച്ചുകൂടാ? അതായത് ഈ ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് പ്രതിഷേധിച്ചാൽ DYFIക്ക് കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ DYFI കമ്മിറ്റിയും പാർട്ടിയും ഒക്കെ തുടങ്ങാനും സാധിക്കും. അല്ലാതെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒപ്പം നിൽക്കുന്ന ഒരു ഘടകകക്ഷിയിലെ സർക്കാരിനെതിരെ അവരുടെ സംസ്ഥാനത്ത് പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്? അപ്പോ കേരളത്തിലെ പ്രാദേശിക വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ട് കൃത്യമായ ഗൃഹപാഠം ചെയ്യാതെ ഒരു സഖ്യകക്ഷിക്കെതിരെ നടത്തിയ ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് അതൊരു വൻ പരാജയമായി അവസാനിച്ചിരിക്കുകയാണ്. വസ്തുതകൾ പരിശോധിക്കാതെ കുരുട്ടിബുദ്ധി മാത്രം ആശ്രയിച്ച് നടത്തുന്ന ഇത്തരം നാടകങ്ങൾ പൊതുജന മധ്യത്തിൽ പൊളിഞ്ഞു വീഴുമെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. കർണാടകയിൽ ഒരു ഹീറോയെ സൃഷ്ടിക്കാൻ പോയവർ ഒടുവിൽ സ്വയം ഒരു കൊമേഡിയനായി മാറുന്നതാണ് ഈ നാടകത്തിന്റെ ആത്യന്തിക ക്ലൈമാക്സ്. സഖാവേ, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്.